നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 187ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനും പാണ്ഡിത്യത്തിൻ്റെ ഉന്നതിയിൽ വിഹരിക്കുന്ന ഡോക്ടർ ഡി ബെഞ്ചമിനെ കുറിച്ചിട്ടാണ്. സൗമ്യനും സ്നേഹസമ്പന്നനുമായ ഒരു വ്യക്തിത്വം. എൻ്റെ 16 കവിതാ സമാഹാരങ്ങളിൽ ഒന്നായ കടപ്പാട് എന്ന കൃതിക്ക് അദ്ദേഹം വളരെ വിശദമായ ഒരു അവതാരിക എഴുതി തന്നു എന്നത് അന്നും ഇന്നും എന്നും ഓർക്കപ്പെടുന്ന ഒന്നാണ്. എൻ്റെ കവിതകളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് തെറ്റുകളും പോരായ്മകളും എല്ലാം ചൂണ്ടിക്കാട്ടി നല്ലൊരു ബൃഹത്തായിട്ടുള്ള ഒരു അവതാരിക ആ സൃഷ്ടിക്ക് അദ്ദേഹം എഴുതി തന്നു. അതുകൂടാതെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ വിവാഹത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഇന്ന് തിരുവനന്തപുരത്ത് വിശ്രമജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേരുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലുള്ള നിപുണത, സാഹിത്യത്തിലുള്ള അറിവ്, അദ്ദേഹം എഴുതിയ ഒരുപാട് ലേഖനങ്ങൾ, നിരവധി അവാർഡുകൾ വാങ്ങിയ ഒരു വലിയ എഴുത്തുകാരൻ. എൻ്റെ ഈ കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ അദ്ദേഹത്തെ കൂടാതെ കടന്നുപോകാൻ എനിക്ക് കഴിയില്ല. ഏകദേശം 200 എപ്പിസോഡോളം ആവുന്നു. ഇത് 187ാമത്തെ എപ്പിസോഡാണ്. ഒരു സാഹിത്യകാരൻ എങ്ങനെയാവണം, തനിക്ക് ശേഷം വളർന്നു വരുന്ന എഴുത്തുകാരോട് എന്ത് സമീപനമാണ് എടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ ഹൃദ്യമായി, വളരെ സ്നേഹത്തോടെ പറഞ്ഞിരുന്ന ഒരു വലിയ ഗുരു എന്ന് വേണം ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. 3-4 തവണയെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും പല